പ്രൈസ് ലോർഡ്. മഹാദൈവത്തിന്റെ അതിമഹത്വമുള്ള നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും എല്ലാ മാന്യ കേൾവിക്കാർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കുക എന്ന ഈ മഹനീയ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവവചന ഭാഗം 119 സങ്കീർത്തനം അതിന്റെ 20 വാക്യമാണ്. സാം 119 വേഴ്സ് 20. ആ വാക്യം ഇങ്ങനെയാണ്: നിന്റെ വിധികൾക്കായുള്ള നിത്യ വാഞ്ച കൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നമുക്കറിയാം, മുൻ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള പോലെ ദൈവത്തിന്റെ വചനത്തിന് 119 സങ്കീർത്തനത്തിൽ കൊടുത്തിട്ടുള്ള വ്യത്യസ്തമായ പേരുകളിൽ ഒന്നാണ് വിധികൾ എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിനു വേണ്ടി നിത്യമായി വാഞ്ചിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു ഭക്തൻ ആ വിധികൾ അല്ലെങ്കിൽ ആ വചനം അത് പ്രോപ്പറായ നിലയിൽ തനിക്ക് ലഭിക്കുന്നതിന് വേണ്ടി തകർന്ന് ഉടഞ്ഞ് നുറുങ്ങിയ ഒരു മനസ്സോടുകൂടെ വചനത്തിനു വേണ്ടി കേഴുന്ന, ദാഹിക്കുന്ന ഒരു ഭക്തനെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മനസ്സിന്റെ തകർച്ച. നമുക്കറിയാം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവ്, ദേഹം അല്ലെങ്കിൽ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, ഈ 3 ഘടകങ്ങളോടുകൂടിയാണ്. ഇതിൽ നമ്മുടെ ആത്മാവ് ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, നമ്മുടെ ശരീരം ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, നമ്മളിൽ തന്നെ, നമ്മളോട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ പ്രാണൻ, സോൾ അഥവാ മൈൻഡ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനെയും തന്റെ ജീവിതയാത്രയിൽ, തന്റെ ആത്മീയ ജീവിതത്തിലും ഇഹലോക ജീവിതത്തിലും മുൻപോട്ട് നയിക്കുന്ന ഒരു പ്രേരക ശക്തി അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മനോബലം എന്നുള്ളത്. സദൃശവാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഒരു പുരുഷന്റെ ധീരത, അവന്റെ മനസ്സിന്റെ ധൈര്യം, അവന്റെ മെന്റൽ ഹെൽത്ത്, അവന്റെ ദീനത്തെ, അവന്റെ ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളെ സഹിക്കുവാൻ അവനെ പ്രാപ്തനാക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനെയും മുൻപോട്ട് നയിക്കുന്ന ചാലക ശക്തിയാണ് മനസ്സിന്റെ ബലമെന്നുള്ളത്. എന്നാൽ ഇവിടെ തകർന്ന ഒരു മനസ്സുമായിട്ടാണ് ദൈവഭക്തനെ കാണുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ, മലയാളം ബൈബിളിൽ മനസ്സിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളെ, അവസ്ഥകളെക്കുറിച്ച് തകർന്ന മനസ്സ്, സ്വസ്ഥതയില്ലാത്ത മനസ്സ്, ഇടിഞ്ഞ മനസ്സ് എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 12 അധ്യായം 25 വാക്യത്തിൽ, പ്രോവേർബ്സ് ചാപ്റ്റർ 12 വേഴ്സ് 25 ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്: മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സ് ഇടിയുന്നു. ഇടിഞ്ഞ മനസ്സ്. എന്നാൽ ഒരു നല്ല വാക്ക് ആ ഇടിഞ്ഞ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. ദൈവം കടാക്ഷിക്കുന്ന അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കുന്ന, ദൈവം അനുഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ യോഗ്യതകളെക്കുറിച്ച് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66 അധ്യായം അതിന്റെ 2 വാക്യത്തിൽ, ബുക്ക് ഓഫ് ഐസയ്യ ചാപ്റ്റർ 66 വേഴ്സ് 2 ഇങ്ങനെയാണ് പരാമർശിച്ചിട്ടുള്ളത്: അരിഷ്ടനും മനസ്സു തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായവനെ ഞാൻ കടാക്ഷിക്കും. അവിടെ മനസ്സ് തകർന്നത് എന്നതിന് എ കോൺട്രൈറ്റ് മൈൻഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അനുതാപമുള്ള ഒരു മനസ്സ്,
അത് ലൗകിക വിഷയങ്ങളാൽ ഉണ്ടായ തകർച്ചയല്ല, പിന്നെയോ സ്വന്തം ജീവിതത്തിലെ പാപങ്ങളുടെ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലെ ക്രമക്കേടുകളുടെ, സ്വന്തം ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന തെറ്റുകളുടെ ആഘാതത്താൽ ആ പാപത്തിന്റെ മുമ്പാകെ ഒരു നീതീകരണവും കൂടാതെ അനുതാപത്തോടെ, തകർച്ചയോടെ, ഉടഞ്ഞ മനസ്സോടെ അടുത്തു വരുന്ന ഒരു ഭക്തൻ, അവനെ കടാക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ ദൈവം ഒരു നാളും നിരസിക്കുകയില്ല, ദൈവം തള്ളിക്കളയുകയില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്ന മനസ്സാണെന്ന്, അവിടെയും അനുതാപമുള്ള, പശ്ചാത്താപമുള്ള, ഉടഞ്ഞ മനസ്സിനെ കുറിച്ചാണ് ദാവീദ് പറയുന്നത്. എന്നാൽ നാം വായിച്ച തിരുവചന ഭാഗത്തിൽ ദൈവവചനത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു മനസ്സ്, അതിനുവേണ്ടി കേഴുന്ന, അതിനുവേണ്ടി നിത്യമായി വാഞ്ചിക്കുന്ന ഒരു മനസ്സ്. പ്രിയമുള്ളവരെ, അങ്ങനെ വചനത്തിനു വേണ്ടി കേഴുന്ന, വചനത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു മനസ്സിനെ തൃപ്തിപ്പെടുത്തുവാൻ കെട്ടുകഥകൾക്കോ അനുഭവ സാക്ഷ്യത്തിനോ യാത്രാ വിവരണങ്ങൾക്കോ പത്രവാർത്തകൾക്കോ ലോകത്തിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾക്കോ ഒന്നും കഴിയുകയില്ല. വചനത്തിനു വേണ്ടി കേഴുന്ന ഒരു മനസ്സിനെ തൃപ്തിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത, ദൈവത്തോളം വലിപ്പമുള്ള ദൈവവചനത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. കാരണം വചനത്തിന് പകരം വയ്ക്കാൻ വചനമല്ലാതെ മറ്റൊന്നുമില്ല. കാരണം വചനത്തിൽ ഭക്തൻ ദൈവത്തെ കാണുകയാണ്. ദൈവവചനം തന്റെ ആത്മീക വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന ആത്മീക ഭക്ഷണമായിട്ടാണ് ഭക്തൻ കാണുന്നത്. നമുക്കറിയാം, ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഒരു ഭൗതിക മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുകയില്ല. അതുപോലെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം, മായമില്ലാത്ത ആ പത്യവചനം, അത് ജീവിതത്തിൽ ലഭിക്കേണ്ട സമയത്ത്, ലഭിക്കേണ്ട അളവിൽ ലഭിച്ചെങ്കിൽ മാത്രമേ ആത്മീക ജീവിതത്തിന് നിലനിൽപ്പുള്ളൂ. ദൈവത്തിന്റെ വിധികൾക്ക് വേണ്ടി വാഞ്ചിക്കുന്ന അല്ലെങ്കിൽ വാഞ്ചിക്കേണ്ട ഒരു ഭക്തന്റെ അടിസ്ഥാന യോഗ്യതകളെക്കുറിച്ച് പുതിയ നിയമത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. കാരണം ദൈവത്തിന്റെ വിധികൾ, ദൈവത്തിന്റെ വചനം, പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മായമില്ലാത്ത ഈ പാല് നാം നമ്മുടെ ഹൃദയമാകുന്ന പാത്രത്തിലാണ് സ്വീകരിക്കേണ്ടത്. നമുക്കറിയാം, വീടുകളിൽ തലേ ദിവസം ആഹാരം പാകം ചെയ്ത പാത്രത്തിൽ പിറ്റേ ദിവസം ആരും പാല് തിളപ്പിക്കാറില്ല, പാല് വാങ്ങാറില്ല. പാല് തിളപ്പിക്കുന്ന പാത്രം ശുദ്ധിയോടെ കാക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനമെന്ന മായമില്ലാത്ത പാല് സ്വീകരിക്കുന്ന നമ്മുടെ ഹൃദയം പവിത്രമായി സൂക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സസ് 1 and 2, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുക, ആഗ്രഹിക്കുക. അപ്പോൾ ദൈവത്തിന്റെ വചനം, മായമില്ലാത്ത പാല് സ്വീകരിക്കാൻ വാഞ്ചിക്കുന്ന
നിത്യമായി കേഴുന്ന ഒരു ദൈവവൈതൽ തങ്ങളെ തന്നെയും മറ്റുള്ളവരെയും നശിപ്പിക്കുന്ന 5 കൂട്ടം കാര്യങ്ങൾ: ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, നുണ. അത് സ്വയം ദോഷം വരുത്തുകയും മറ്റുള്ളവർക്ക് ദോഷം വരുത്തുകയും ചെയ്യുന്ന പാപങ്ങളാണ്. ഇത് നീക്കിക്കളഞ്ഞ് ഹൃദയമാകുന്ന പാത്രം വിശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ വചനമെന്ന മായമില്ലാത്ത പാലിനെ സ്വീകരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ആ വചനം സ്വീകരിച്ചെങ്കിലേ അത് നല്ല നിലത്ത് വീണ വിത്തുപോലെ 100 മേനി ഫലം കായ്ക്കുകയുള്ളൂ. ഇവിടെ ആകയാൽ എന്ന് പറഞ്ഞും കൊണ്ടാണ് പത്രോസ് ആരംഭിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയെല്ലാം therefore, but അല്ലെങ്കിൽ ആകയാൽ, അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് വാക്യങ്ങൾ ആരംഭിച്ചാൽ അതിന്റെ മുകളിലത്തെ ഭാഗങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ട്. എന്താണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കയാൽ. വചനത്താൽ വീണ്ടും ജനിച്ച ഒരു ദൈവപൈതലിനെ വളർത്താൻ വചനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ വചനം സ്വീകരിക്കാൻ പവിത്രമായ ശുദ്ധമായ ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ശുദ്ധിയുള്ള ഹൃദയത്തോടുകൂടി മായമില്ലാത്ത പാലാകുന്ന വചനം സ്വീകരിക്കുവാനുള്ള നിത്യമായൊരു വാഞ്ച പ്രിയമുള്ളവരെ നമുക്കുണ്ടാകട്ടെ. അതിനായി നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കിയെടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.